മായാമയൂരൻ പീലി നീർത്തിയോ ആശാമരാളം താളമേകിയോ. അബി, എന്തോ എന്ത് തോന്നി പാടിയിട്ട്? കുഴപ്പമില്ലാതെ പാടി. കുഴപ്പമില്ലല്ലേ? ചോദിച്ചു നോക്കാം. എനിക്കിഷ്ടായി. അഭി, എന്ത് തോന്നി? ഹരിച്ചേട്ടാ. അഭിനവ്, എന്തോ സാർ? ആദ്യം തന്നെ ഈ പാട്ടെടുത്ത് സെലക്ട് ചെയ്തുകൊണ്ട് വന്നതിന് അഭിനവിനൊരു കയ്യടി. താങ്ക് യു സാർ. മോനെ, നന്നായിട്ട് മോൻ പഠിച്ചിട്ടുണ്ട് ഈ പാട്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, കാരണം ഇതിൽ കുറേ സംഗതീസും ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട്. അതൊക്കെ നന്നായിട്ട് മോൻ പഠിച്ച് നല്ല ഒരു ധാരണയോടെയാണ് വന്ന് പാടിയത്. അപ്പോൾ താങ്ക് യു സാർ. അതിനൊരു അപ്രീസിയേഷൻ. പിന്നെ നമുക്ക് കുറേ കാര്യങ്ങളുണ്ട് ഈ പാട്ടിൽ. ഞാനിത് നന്നായിട്ട് കുറേ സ്ഥലത്ത് പാടിയൊരു പാട്ടായതുകൊണ്ട് എനിക്കിതിൻ്റെ കാര്യങ്ങൾ അറിയാം. നമുക്ക് ആ ഹമ്മിങ് ഒന്ന് പാടാം മോൻ. അവിടെ ഒരു സാ ഉണ്ട്, അതെത്തണം. അത് മിസ് ചെയ്തു. ഒന്നുകൂടി പാടാം. അത് ഇപ്പൊ പിന്നെയും ഒന്ന് റീച്ചായി. നേരത്തെയും പാടിയപ്പോ കട്ടായി. അത് കേൾക്കുന്നില്ലായിരുന്നു ആ നോട്ട് സാ. പിന്നെ മോൻ പാടുന്നതിലൊരു ഈ കർണാട്ടിക് പഠിക്കുന്നതിന്റെ ഒരു പ്രശ്നമെന്ന് തോന്നുന്നു. ഈ പീലി നീർത്തിയോ ഓ ഒരു വേറൊരു രീതിയിലാണ് പാടുന്നത്. അതൊന്ന് പാടാവോ? പീലി നീർത്തി മാത്രം. പീലി നീർത്തിയോ. ഇപ്പൊ രസമായിട്ട് പാടി. പക്ഷെ നേരത്തെ പാടിയപ്പോ ഒരു ഓ ഒരു വേറൊരു രീതിയിലാണ് പാടുന്നത്. അതുപോലെ പ്രിയമാനസം, അങ്ങനെ കുറെ പോർഷൻസിൽ പീലി നീർത്തിയോ ഒരു യോ ഒരു ട്രെൻഡ് നിർത്തിയോ. അപ്പൊ അത് മോനെ, അത് റിപ്പീറ്റേറ്റീവ് ആയിട്ട് വന്നപ്പം അങ്ങനത്തെ ഒരു പോർഷൻ ഉണ്ടായിരുന്നു. അകലെ വിഭാതരാഗം, അതൊന്ന് പാടാവോ? അകലെ വിഭാതരാഗം തേടി തേടി. എന്തിനായി തേടി? ആ തേടി തേടി തേടി. ഇപ്പോഴൊരു ഒരു ഇടയ്ക്കൊന്ന് കയറി വരുന്നുണ്ട്. ഇത് തന്നെയായിരുന്നു പീലി നിർത്തി യോ യോ പീലി നിർത്തി ആ സാധനം കയറി വന്നു കേട്ടോ. പിന്നെ അത് പാടിക്ക. പ്രിയമാനസം 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 വരുന്നുണ്ട്. ഒരു കയറി വരുന്നുണ്ട്. പ്രിയമാനസം കേട്ടോ. പ്രിയമാനസം പ്രിയമാനസം ഭാവ. അത് പഠിക്കാം. ബാക്കി വേണം. ഭാവാർദ്രമായി നവരാഗ ഭാവനയിൽ. ഓക്കെ. ഹരിച്ചേട്ടാ സ്റ്റാർട്ടിങ്. മായാമയൂരം പീലി നീർത്തിയോ ആശാമരാളം താളമേകിയോ. പ്രിയമാനസം ഭാവാർദ്രമായി നവരാഗ ഭാവനയിൽ മായാമയൂരൻ പീലി നീർത്തിയോ ആശാമരാളം താളമേകിയോ. താങ്ക് യു ഹരിച്ചേട്ടാ. ശരത് സർ. മോനെ അഭിനവ്, എന്തോ സാർ? ഉഗ്രം പാട്ടടാ. അസാധ്യ പാട്ട്.
മോനെ മായാമയൂരമേ നന്നായിട്ട് പാടി. ഇപ്പം ഹരി പറഞ്ഞില്ലേ ആ ആലാപ്പിൻ്റെ അത് മോന് റേഞ്ച് ചെയ്യില്ല, താഴെ ഇല്ല. ഇല്ലാത്തതിൻ്റെ ഒരു കഷ്ടപ്പാടില്ല മോനെ ആ ആലാപ്പ് അങ്ങനെ ആയിപ്പോയത്. എന്നാ കുഴപ്പമില്ല കേട്ടോ. എന്നാൽ ഇതിന് വേറൊരു കാര്യം, ഈ മായാമയൂരം നേരെ അതൊരു ഇമ്പോർട്ടൻ്റ് ടച്ചാണ്. അതിന് കുറച്ചും കൂടെ ക്ലാരിറ്റി, അതിന് ഒരു ബലമല്ല വേണ്ടത്, ആ ഒരു സുഖമാണ് വേണ്ടത്. പിന്നെ മോനെ ഇപ്പം പാടിച്ചില്ല ഈ എന്ന് വരുന്നൊരു സാധനം വരുന്നു എന്ന് പറഞ്ഞു, അതും കുറച്ച് ഒരു ഒഴുക്ക് വേണം പാടുമ്പോൾ. താനീ ആശാമരാൾ അത് ആ ഒരു ഫ്ലോ വേണം. ഈ ഞാൻ പാടിക്കഴിഞ്ഞ് നോട്ട്സൊക്കെ ഉണ്ടല്ലോ ഉണ്ട് എന്നാൽ ഉണ്ടായിരുന്നു, അതല്ല, അതിനൊരു ഫ്ലോ വേണം, ഒരു ഇൻറ്റേർണൽ ഫ്ലോ അതിന് വേണം ഓരോന്ന് പാടുമ്പോഴും. പിന്നെ ഈ മോഹമർമ്മര ആ ക്രോമാറ്റിക് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് താരാരാ എന്നുള്ളത് കേൾക്കണം. അപ്പോൾ അതിനാണ് ഹരി മോനെ കൊണ്ട് പിന്നെയും പാടിപ്പിച്ചത്. അപ്പോഴും നീ അത് മോഹമർമ്മര അല്ലേ എന്താവാനാ എന്ന് വിചാരിച്ചിട്ട് അങ്ങ് നിൽക്കുക കേട്ടോ. അത് നോക്കണം കേട്ടോ. അങ്ങനെയുള്ള ചില നല്ല സുഖമുള്ള ഏരിയാസ് ഉണ്ട് അതിൽ, അത്രേ ഉള്ളൂ. പക്ഷേ നല്ല പാട്ട് മോൻ പഠിച്ചിട്ടുണ്ട് കേട്ടോ. ഇന്ന് അതിൻ്റെ എക്സിക്യൂഷന് കുറച്ച് കറക്റ്റായിട്ട് പറ്റാണ്ടായോ. പിന്നെ മോനെ ഈ അക്ഷരങ്ങൾ പറയുന്നത് തേടി എന്നുള്ളത് തേടി തന്നെ ആയിരിക്കണം. തേടി എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര പേടിയായിരിക്കും കേൾക്കാൻ കേട്ടോ. അങ്ങനെ വരരുത്, ഉറക്കം വരികയൊക്കെ ചെയ്യും നമുക്ക് കേൾക്കുമ്പോൾ. അതുകൊണ്ട് വൃത്തിയായിട്ട് അക്ഷരം പറയുക. അത് എടാ മലയാള ഭാഷ നല്ല സുഖമുള്ള ഭാഷയാണ് കേട്ടോ. അപ്പോൾ അത് മോൻ അക്ഷരങ്ങൾ പറയുന്ന അത്ര സുഖമാണെങ്കിൽ നമുക്ക് ഇവിടേക്ക് അങ്ങ് കൊള്ളും. മറ്റേത് ഇതിലേ കൂടെ അങ്ങ് പോകും, അപ്പുറത്തെ കണ്ടത്തിൽ പോയി വീഴും പാടുന്നതൊക്കെ കേട്ടോ. അവൻ്റെ ഷിനു നീ ഫ്രീ ആണോ? ആണ്, ശരിയാ. എടാ നീ ആ അനുപല്ലവയുടെ എൻഡിൽ ആ വായിച്ച സാധനം ഒന്ന് വായിക്കടാ. ബ്യൂട്ടിഫുൾ ആയിരുന്നു അത്. ആരും അത് പതുക്കെ വന്നിട്ട് അതിങ്ങനെ ടെമ്പോ കൂടി, അത് അവൻ്റെ കൈ ഒരുമാതിരി ഭീകര കയ്യുവാ. നീ വായിച്ചോ? ഇപ്പം വായിച്ച് തെറ്റിക്കുമ്പോയില്ല. ശരി 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 വായിക്ക് കേക്കട്ടാ. ആഹാ വണ്ടർഫുൾ 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 സൂപ്പർ സൂപ്പർ സൂപ്പർ. അവനൊരു അസാധ്യ പ്ലെയറാ, അത് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഷിനു ലവ് യുടാ മക്കളെ. അതേ ഉള്ളൂ കേട്ടോ. ഇപ്പം ചക്കര കാണാൻ നല്ല രസമുണ്ട്. നീ ഇതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഓൾ ദി ബെസ്റ്റ് മക്കളെ. താങ്ക് യു സർ. താങ്ക് യു ശരത് സാർ. ഷാനിക ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ജഡ്ജ്മെന്റ് എനിക്ക് ഒന്ന് സൂപ്പർ സ്റ്റാർ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതാണ് ചില ആളുകൾ ഈ പാട്ടിന്റെ മുക്കും മൂലയൊക്കെ പഠിച്ചു വന്നാലുള്ള കുഴപ്പം. അകാരം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് മോനെ, അകാരമല്ല കേട്ടോ. ആ ഓ എ എല്ലാം അങ്ങനെ കേൾക്കണം കേട്ടോ. അത് യു ഹാവ് ടു പ്രാക്ടീസ് കേട്ടോ. ഇനി അടുത്ത തവണ എന്താണ് പാടാൻ പോകുന്നത് നമ്മളെല്ലാവരും ശ്രദ്ധിക്കും. അത്രേ ഉള്ളൂ അഭിനവ്, എല്ലാം ശ്രദ്ധിക്കുക കേട്ടോ. പ്രൊനൗൺസിയേഷൻ കേട്ടോ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. ഇവർ പറഞ്ഞ പോലെ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. അറിഞ്ഞാണ് വന്നത്. അറിഞ്ഞാണോ? അറിഞ്ഞാണ് വന്നത്. ക്ലാരിറ്റി വേണം. അതെ, തുടങ്ങി. എന്നോട് ക്ഷമിക്കണം പ്രഭു. യെസ് അബി മാർക്സ് വെക്കാം. ഓക്കെ ഹരിചേട്ടാ. അപ്പം നന്നായിട്ട് പഠിച്ചിട്ട് വന്നതിന് ഒരു എന്താ പറയാ, ഞാൻ എക്സ്പെക്ട് ചെയ്ത എല്ലാ സംഗതീസും ഒരുവിധം നന്നായിട്ട് ഒപ്പിച്ചതിന് ഐ എം ഗിവിംഗ് യു 8. താങ്ക് യു സർ. താങ്ക് യു ഹരിചേട്ടാ. ഷാനിക. അഭിനവ് എന്തോ സർ? 8.5. താങ്ക് യു സർ. ഇട്ടില്ലേ? ഓക്കെ, അപ്പൊ ടോട്ടൽ 16.5 മാർക്സ്. സൂപ്പർ. താങ്ക് യു. ഓക്കേടാ, ഓൾ ദി ബെസ്റ്റ്.